എന്നെ കേട്ടത് ബസ് പോയി. ഓഹോ, ഞങ്ങള് വേറെ ബസ് കയറ്റി വിടാം. കാശുണ്ടോ? എന്റെ കാശില്ല. കാശില്ലെങ്കിൽ എന്താ, മാലയുണ്ടല്ലോ. പുസ്തകം തട്ടിപ്പറിച്ചോണ്ട് പോണോ? അയ്യോ, മാല പൊട്ടിച്ചു. അവൻ കൊണ്ടുപോയില്ലല്ലോ. എന്നാ പെട്ടി പോയിക്കോ. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയോ. എവിടെയാ വീട്? അതോ അവിടെ. വരൂ, ഞാൻ കൊണ്ടാക്കി തരാം. നിനക്ക് അല്പമെങ്കിലും ഉത്തരവാദിത്ത ബോധമുണ്ടെങ്കിൽ എന്റെ കുഞ്ഞു കയറിയോ എന്നറിയാൻ നീ ബസ് വിടാമോ? പിന്നീട് വഴിക്ക് വെച്ചെന്നുണ്ടായി നീ അറിഞ്ഞോ? അബദ്ധമോ? ഇവിടെ വന്ന് കാശ് വാങ്ങിക്കുന്ന കാര്യത്തിൽ നിനക്ക് അബദ്ധമൊന്നും പറ്റാറില്ലല്ലോ. മേൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നീയും നിന്റെ ബസ്സും ഈ നാട്ടിൽ കാണില്ല. കെയർഫുൾ. മിടുക്കൻ. നിനക്ക് എന്ത് തന്നാലും മതിയാവില്ല. ഇതാ. വേണ്ട സാർ, എനിക്ക് കാശൊന്നും വേണ്ട സാർ. എന്റെ ഒരേ ഒരു മകളാണ് ഡെയ്സി. അവൾക്ക് അമ്മയില്ല. അവളെ യാതൊരു കുഴപ്പവും കൂടാതെ നീ ഇവിടെ എത്തിച്ചല്ലോ. അതിനുള്ളൊരു സമ്മാനമാണെന്ന് കരുതിയാൽ മതി. അത് വാങ്ങിച്ചോ? വേണ്ട സാർ, എനിക്കൊരു ജോലി തന്നാ മതി. എനിക്ക് ആരുമില്ല. ഞാൻ കള്ളവണ്ടി കയറി അവിടെ വന്നത്. നിനക്ക് എന്ത് ജോലി തരാനാ? ചുമടൊരു പയർ മതി സാർ. അതൊക്കെ നിന്നെ കൊണ്ട് സാധിക്കൂ? എന്നാ വീട്ടുജോലി ചെയ്യാം സാർ. ഇവിടെ വീട്ടുജോലിക്ക് കത്രികയുണ്ട്. പക്ഷെ നിന്നെ പറഞ്ഞു വിടാനും എനിക്ക് മനസ്സ് വരുന്നില്ല. അവനെവിടെ നിക്കട്ടെ ഡാഡി. ശരി മോളെ. മോള് പറഞ്ഞ പിന്നെ ഡാഡിക്ക് ചെയ്തിട്ടുണ്ടോ? നീ നിന്നെ കൊണ്ട് കഴിയുന്ന ജോലിയൊക്കെ ചെയ്ത് ഇവിടെ തന്നെ നിന്നോ. ശരി സാർ. കത്രീന, ഇവനെ വിളിച്ചുകൊണ്ടുപോയി വല്ല ആഹാരം കൊടുക്ക. ചാർജ്മാൻ ലീവ് കഴിഞ്ഞ് ഇതുവരെ വന്നില്ലേ? ഇല്ല, അങ്ങ് ഇന്ന് ഇൻസ്പെക്ഷൻ വരുമെന്ന് ആരും അറിഞ്ഞിട്ടില്ല. എടോ, മുന്നറിയിപ്പില്ലാതെ വന്നാലേ കള്ളത്തരം മുഴുവൻ കണ്ടുപിടിക്കാൻ കഴിയും. അത് ശരിയാ. ഞാനൊരു സാധാരണ ലേബറായിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ കയറിയത്. എനിക്ക് എന്റെ ഡ്യൂട്ടിയിൽ ഡിസിപ്ലിൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഡിവിഷണൽ മെക്കാനിക്കൽ എഞ്ചിനീയർ വരെയായത്. അത് എന്റെ കീഴ് ജീവനക്കാർ മനസ്സിലാക്കിയാൽ കൊള്ളാം. കമാൺ. ഡ്യൂട്ടി സമയത്ത് ഷീറ്റ് കളിയാണല്ലേ? നീയൊക്കെ മാസം തോറും ശമ്പളം വാങ്ങിക്കുന്നില്ലേ? എന്നിട്ട് ഇതാണോ ജോലി? സാർ, ഞങ്ങൾ ഓർമ്മനെവിടെ? എടോ, താനിങ്ങനെ ഡ്യൂട്ടി സമയത്ത് പോത്തിനെ പോലെ കിടന്നുറങ്ങിയാൽ തന്റെ കീഴിലുള്ളവർ ഷീട്ട് കളിക്കുന്നത് തെറ്റല്ല. എന്നോടല്ല ക്ഷമ പറയേണ്ടത്. അടുത്ത മാസം ശമ്പളം വാങ്ങിക്കുമ്പോ തുക കുറയും. അപ്പോഴവിടെ പറഞ്ഞാൽ മതി. ഐ വിൽ റിപ്പോർട്ട് ദിസ്. ഇത്ര എളുപ്പം പോളിഷ് ചെയ്തോ? ഡെയ്സിക്ക് സ്കൂളിൽ പോണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഇത്ര എളുപ്പം പോളിഷ് ചെയ്തത്. ബാല എന്റെ കൂടെ സ്കൂളിൽ വരുന്നോ? എന്തിനാ? പഠിക്കാൻ. എന്നെ പഠിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുവോ? ബാലിനെ ഞാൻ പഠിപ്പിക്കാം. ഡെയ്സിയോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്നല്ല, ഇവിടെ വന്ന് പറഞ്ഞു തരാം. പറ. ഇവനിപ്പോ ഇംഗ്ലീഷ് പഠിച്ച് വലിയ സഹായിക്കാൻ പോവല്ലേ? എടാ, കുഞ്ഞിന്റെ പെറ്റിക്കോട്ട് നനച്ചു വെച്ചിട്ടുണ്ട്, പോയി നലക്കിയിട്. കത്രീനമ്മ ചലക്കിട്ടാ മതി. കുഞ്ഞാ ഇവനെ ചീത്തയാക്കുന്നത്. ഓൾട്ടിൻ കലക്കി വെച്ചിട്ടുണ്ട്, മോള് വാ കുടിക്കാം. ചോറ് കൊണ്ടുവന്നോ? ഓഫീസിൽ കൊണ്ടുപോയി വെച്ചേക്കൂ. സാർ, ഞാൻ ആ ട്രെയിൻ നന്നാക്കുന്നിടത്തുനിന്ന് പോയി കണ്ടോട്ടെ? ആ ഇഞ്ചിൻ ഇടയ്ക്കൊന്നും പോയി കുടുങ്ങരുത്. സൂക്ഷിച്ചു പോയിട്ട് വാ. ശരി സാർ. സാർ, ദയവ് ചെയ്ത് നടപടികൾ എടുക്കരുത്. ഞാൻ ഇനിമേൽ ഡ്യൂട്ടി കൃത്യമായി ചെയ്തോളാം സാർ. ഐ എം സോറി. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? 5-6 കുഞ്ഞുങ്ങളുണ്ട് സാർ. ശമ്പളത്തിൽ 10 രൂപ കുറഞ്ഞാൽ വീട് കഷ്ടത്തിലാകും. എടോ,
ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥമില്ലാത്തവരൊക്കെ കഷ്ടപ്പെട്ടേ പറ്റൂ. ഇത്തവണത്തേക്ക് ഒരു മാപ്പ് തരണം. ഐ ആം എ ഹ്യൂമൻ ബീങ്. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. പോയിക്കോ. താങ്ക് യു സർ. അയ്യോ ഡാഡിയുടെ കണ്ണാടി. അയ്യോ പൊട്ടിപ്പോയല്ലോ. ഡാഡി അറിഞ്ഞ എന്നെ തല്ലും. ഇനി എന്ത് ചെയ്യാനാ? ഡാഡി ചോദിച്ചാ നമുക്കറിയാൻ പാടില്ല എന്ന് പറയണം. ഡാഡിയോട് കള്ളം പറയുന്നത് ശരിയാണോ ഡേസി? എന്നാടാ കുഞ്ഞിനടുത്ത രഹസ്യം പറയുന്നത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്തെന്നാ കയ്യില്? എടാ എണ്ണം കെട്ടവനെ, സായിപ്പിന്റെ കണ്ണാടി ഇത് പൊട്ടിച്ചോ? അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ സായിപ്പ് ഇങ്ങോട്ട് വരട്ടെ. ഇന്നത്തെ കൊണ്ട് നിന്നെ പുറത്ത് ഞാൻ അവസാനിപ്പിച്ചേക്കാം. വാ കുഞ്ഞെ. ഇനി നീ ഒന്നും നശിപ്പിക്കരുത്. കണ്ണാടി പൊട്ടിച്ചു. ഡാഡി പാലിനെ തല്ലില്ലേ? മോള് മാറിയേക്ക്. വേണ്ടി നടന്ന് നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് എന്റെ തെറ്റാണ്. തല്ലില്ലേ ഡാഡി? ഞാനാ കണ്ണാടി പൊട്ടിച്ചത്. അയ്യോ അതെ ഡാഡി. ബാല, ഞാൻ ഇത്രയൊക്കെ തല്ലിയിട്ടും നീ എന്താ സത്യം പറയാതിരുന്നത്? ഡേസിക്ക് തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടിയാ. കഷ്ടമായി പോയല്ലോ. കണ്ണാടി പൊട്ടിച്ചത് ഇവനാണെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ വിചാരിച്ചു. നീ വിചാരിച്ചു പോയതിന്റെ മുമ്പെന്ന്. ബാല, എന്റെ കുഞ്ഞിനോട് നിനക്ക് ഇത്രയ്ക്ക് സ്നേഹമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീ ഇനി ഈ വീട്ടിലെ വേലക്കാരനല്ല, ഈ കുടുംബത്തിലൊരു അംഗമാണ്. നീ ഒരിക്കലും ഞങ്ങളെ വിട്ടുപോകരുത്. ഇല്ല സർ, ഞാൻ എവിടെയും പോയില്ല. ദൈവം എനിക്കൊരു ആൺകുഞ്ഞിനെ കൂടി തന്നതായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. ഡാഡി, ബാലന് ട്രെയിൻ ഓടിക്കാനാ ഇഷ്ടം. ട്രെയിൻ ഓടിക്കാനോ? വെരി ഗുഡ്. എന്നെ പോലെ ഒരു റെയിൽവേ ജീവനക്കാരനാകാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ എനിക്കത് അഭിമാനമാണ്. രാഘവ കഴിഞ്ഞോടെ? എടാ ബാല, നിനക്കും രാഘവനും എല്ലാം കാലം തെളിയാൻ പോകുന്നല്ലോ. എന്താ സാറേ, ഭാഗ്യക്കുറി വല്ലതും മുന്നിട്ടുണ്ടോ? ഭാഗ്യക്കുറിയൊന്നുമല്ല. ഫസ്റ്റ് ഗ്രേഡ് ഫയർമാൻമാരിൽ ചിലരുമൊക്കെ ഡ്രൈവർ പോസ്റ്റ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റ് എന്നാലും ഞാൻ കിട്ടാവുള്ളല്ലേ? പക്ഷെ ഉടനെ കിട്ടണമെങ്കിൽ കാണേണ്ടവരൊക്കെ വേണ്ടതുപോലെ കാണണം. ഓ, ആരെ കാണണമെന്നാ? ആദ്യം ഫോർമാനായ എന്നെ തന്നെ കാണണം. ലിസ്റ്റ് തയ്യാറാക്കുന്നതേ ഞാനാ. അപ്പോൾ നിങ്ങൾക്ക് കൈക്കൂലി തന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ലിസ്റ്റ് ചേർക്കൂല അല്ലേ? നീ മിണ്ടാതിരിക്കടാ. എത്രയോ വർഷമായിട്ട് തീയും കരിയും തിന്ന് ജീവിക്കുന്നവരാ നമ്മൾ. ഇദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടേ ഡ്രൈവർ പോസ്റ്റ് കിട്ടുമെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്നത് നല്ലത്. രാഘവ, ഇവൻ എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ ബലം വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നീ ഇതൊന്നും വിശ്വസിക്കരുത്. സാറേ, ഞങ്ങൾ ഒരുമിച്ച് ജോലി കയറി വരാം. പ്രമോഷൻ കിട്ടുന്നെങ്കിൽ രണ്ടുപേർക്ക് ഒരുമിച്ച് തന്നെ കിട്ടും. എന്താണ് ബോൾമാൻ സാറ് ഇന്ന് ലെക്ചർ അടിക്കുന്നത്? എടോ, താൻ പാസ് വാങ്ങിച്ചോണ്ടാണോ ലോക്കോ ഷെഡിൽ ചായ കൊണ്ടിരുന്നത്? ഈ തീവണ്ടി ഓഫീസിൽ നമ്മുടെ ബാപ്പായും ഉപ്പുപ്പായും ചായ കച്ചവടം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തീവണ്ടി കണ്ടുപിടിച്ച ബ്രണ്ടൻ സാഹിബിന് നമ്മുടെ ഉപ്പുപ്പ ഈ ലോക്കോ ഷെഡിൽ ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പാസ് നമ്മുടെ കയ്യിലുണ്ട്. എടോ, പാസ് ഉണ്ടോന്നാ ചോദിച്ചത്? ഉണ്ട് സാറേ. ഇതാ താൻ ഓഫീസിൽ ഒന്ന് എന്നെ കാണണം. ഉത്തരവ്. മമ്മൂക്കയുടെ എന്താ ഫോർമാൻ ഇത്ര കോപം? ഓന് കെട്ടിയോള് 3, കൊച്ചുങ്ങളും പേരക്കിടാങ്ങളും കൂടെ 12 എണ്ണം ഉണ്ട്. അതിന് ചെലവിന് കൊടുക്കണ്ടേ?
ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് കമ്മീഷൻ ചോദിക്കും, നമ്മൾ കൊടുക്കൂല. അതിന്റെ വിരോധമാ. പടച്ചോ സത്യം, നമ്മളിവിടെ വരുന്നത് കാശുണ്ടാക്കാനല്ല, ഇങ്ങനെ ഒരു ചങ്ങായിമാരെ കാണാൻ വേണ്ടിയാ. നമുക്ക് ഇയാള് മേലെ നമുക്ക് ശല്യം ചെയ്യലുണ്ടല്ലോ, നമ്മുടെ എഞ്ചിനീയർ സാറിനോട് പറഞ്ഞാൽ മതി. അദ്ദേഹം ഇപ്പൊ ഓഫീസിലില്ല. എവിടെ പോയി? അദ്ദേഹത്തിന്റെ മകൾ ഡെയ്സി പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരിക. അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. ഡാഡി, യാത്രയൊക്കെ എങ്ങനെ? സുഖമായിരുന്നു ഡാഡി. എക്സാമിനേഷൻ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവും. വെരി ഗുഡ്. അങ്ങനെ നിന്റെ പഠിത്തം തോന്നി. ഇനി അടുത്ത കാര്യം നോക്കണം. ബാലൻ വന്നില്ലേ ഡാഡി? അവനിന്ന് ഡ്യൂട്ടിയുള്ള ദിവസമല്ലേ, ഇപ്പൊ വീട്ടിലെത്തിക്കാണും. ഡേസി, നീ എന്നെ അവനെ ബാലെന്ന് വിളിക്കരുത്. അവൻ നിന്നെ പോലെ വലുതായില്ലേ. അയ്യോ, എന്റെ സൂട്ട് കേസ് ഡാഡി അതാ കൊണ്ടുപോന്നു. അവനെ പിടിക്കൂ. എന്താ സാറേ? ഇവൻ ഞങ്ങളുടെ പെട്ടി എടുത്തോണ്ട് പോകുന്നു. വാട്ട്? നിങ്ങളുടെ പെട്ടിയോ? ആ, അയ്യോ, ഇത് ഈ സാറിന്റെ വെട്ടിയാ. കഴിഞ്ഞ ആഴ്ച മേടിച്ചതേ ഉള്ളൂ. നിന്റെ വെട്ടിയാണത്. അയ്യോ ക്ഷമിക്കണം സാറേ, എന്റെ വെട്ടിയാണെന്ന് വിചാരിച്ചാ ഞാൻ എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ ഈ സാറിന്റെ വെട്ടിയല്ലേ എന്നതായിരിക്കുന്നു. സാറേ, ഇവന്മാര് ട്രെയിനിലെ സ്ഥിരം മോഷണക്കാരാ. ഇവന്റെ പേര് തീവണ്ടി കുഞ്ഞപ്പൻ, ഇവന്റെ പേര് കരിയാപ്പല. നടക്കണ സ്റ്റേഷനിൽ. rascals. Come on. കത്രീന, കത്രീന അമ്മച്ചി, മോളെ മോളെ, എത്ര നാളായി മോളെ കണ്ടിട്ട്. ഡാഡി, കത്രീന അമ്മച്ചി കിളവിയായി പോയല്ലോ. ഞാൻ അവനോട് പറഞ്ഞതാ റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയിരിക്കാം. പക്ഷെ അവൾ കേൾക്കണ്ടേ? മോളെ, തങ്കശ്ശേരിന്ന് മോടെ മമ്മിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. മോളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് മമ്മി പോയത്. മമ്മി മരിച്ച ശേഷം കത്രീനയാണ് നിന്നെ വളർത്തിയത്. സായിപ്പേ, എനിക്കിനി 2 ആഗ്രഹങ്ങളേ ഉള്ളൂ. നാട്ടിലുള്ള എന്റെ മകളെ ആരുടെയെങ്കിലും കൈ പിടിച്ചേൽപ്പിക്കണം. പിന്നെ ഈ മകളുടെ മടിയിൽ കിടന്ന് എനിക്ക് മരിക്കണം. മോളെ, വെള്ളം ചൂടാക്കിയിട്ടുണ്ട്, കുളിച്ചിട്ട് വല്ലതും കഴിക്കാം. വാ. ബാലേട്ടാ, എന്താ ബാലേട്ടാ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. കുറെ നാളിന് ശേഷമല്ലേ ഞാൻ ഡെയ്സിയെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ അറിയാതെ നോക്കി നിന്ന് പോയതാണ്. ചേട്ടൻ സ്റ്റേഷനിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചു. അത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ അദ്ദേഹത്തിന്റെ 4 ഡ്രസ്സുകൾ തേക്കാനുണ്ടായിരുന്നു. ഇപ്പോഴും ബാലേട്ടനാണോ ഇവിടെ അലക്കുകയും തേക്കുകയും ഒക്കെ ചെയ്യുന്നത്? ഞാൻ ഇപ്പോഴും പഴയ ബാലൻ തന്നെയാണ് ഡെയ്സി. പഴയ ബാലൻ എന്ന് പറഞ്ഞാൽ കൊച്ചു പയ്യനാണെന്നോ? ആ, അദ്ദേഹത്തിന്റെ കണ്ണിൽ ഞാൻ ഇപ്പോഴും കൊച്ചു പയ്യൻ തന്നെ. എന്നാലേ ചേട്ടനെ വലുതായി കാണത്തക്കവണ്ണം ഡാഡിക്ക് ഒരു ഭൂതക്കണ്ണാടി വാങ്ങിക്കൊടുക്കണം. ഈ അഴുക്കും പൊടിയും നിറഞ്ഞെടുത്ത് എങ്ങനെയാ കിടന്നുറങ്ങുന്നത്? ഇതിനേക്കാൾ അഴുക്കും കരിയും പുരണ്ടതല്ലേ എന്റെ ജീവിതം. പക്ഷേ എന്റെ മനസ്സിൽ അഴുക്ക് പിടിക്കരുതെന്നേ ഉള്ളൂ. അയ്യോ, തുണി കരിയുന്നു. ഈശ്വരാ, ചതിച്ചോ? പോട്ട്, സാരമില്ല. ആരും അറിയണ്ട, മടക്കി അങ്ങ് വെച്ചേക്കാം. What is this, Miss Nair? സീനിയോറിറ്റി അനുസരിച്ച് ബാലിന്റെയും രാഘവന്റെയും പേരിൽ ഈ ലിസ്റ്റ് ആദ്യം വരേണ്ടത്.
എന്നിട്ട് അവരെന്തോട്ട് വിട്ടു കളഞ്ഞു? വരികടത്തൊന്നും ഒരു ശുപാർശ ഉണ്ടായിരുന്നു സാർ. പകരം ഞാൻ ആ പേര് ആദ്യം ചേർത്തു. നോ, ഏത് വലിയവന്റെ ശുപാർശ ഉണ്ടായിരുന്നാലും ശരി, അർഹതയുള്ളവരെ നിയമിക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അല്പമൊക്കെ നമ്മൾ വളഞ്ഞു കൊടുത്തില്ലെങ്കിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാകും സാർ. ഐ ഡോണ്ട് മൈൻഡ്. അങ്ങനെ നട്ടല് വളയ്ക്കാൻ ഡാനിയലിനെ കിട്ടില്ല. അന്ന് എന്റെ ജോലി ഞാൻ വേണ്ടെന്ന് വെക്കും. സാർ, ഞാൻ പറയുന്നത് നോ, ഐ ഡോണ്ട് വാണ്ട് എനി അഡ്വൈസ്. അർഹതയനുസരിച്ച് പുതിയ ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ടുവരും. രാഘവനിപ്പോ നിലമ്പൂർ പോകാനുള്ള അത്യാവശ്യം എന്താണ്? എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് ഒരാഴ്ചയായി മമ്മുക്ക. ആ, തള്ളയില്ലാത്ത കുഞ്ഞല്ലേ, കൂടെ കൂടെ തന്തേനെങ്കിലും കണ്ടില്ലെങ്കിൽ വിഷമിക്കും. കുട്ടിക്ക് ഇപ്പൊ എന്ത് പ്രായമുണ്ട്? 4 വയസ്സായി. ഒരു ബന്ധു വീട്ടിലെ ഏൽപ്പിച്ചിരിക്കുന്നത്. 5 വയസ്സായെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വല്ല എഴുത്ത് പള്ളിക്കൂടത്തിലും ആക്കായിരുന്നു. എന്താണ് നീ എന്നോട് പറയാൻ ലീവ് എടുത്തത്? ഇതെന്ത് ചോദ്യമാണപ്പാ? അവനവന്റെ കുഞ്ഞുങ്ങളെ കാണാനുള്ള പൂതി ആർക്കും ഉണ്ടാവില്ലേ? ഞാൻ നോക്കി, ഞമ്മൾ നിൽക്കാൻ കഴിഞ്ഞിട്ട് 10 കൊല്ലേ. ഒരു കുഞ്ഞുകാല് കാണാനുള്ള ഭാഗ്യം ഞമ്മക്കുണ്ടായില്ല. മമ്മൂക്ക കല്യാണത്തിന് മുമ്പ് കുടുംബാസൂത്രണം ചെയ്തിരിക്കും. നമ്മൾ അത് ചെയ്തിട്ടില്ല. കൊച്ചിലെ മറ്റേ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തു പറ്റി? സൈനവയുടെ പാത്രത്തില് ഒരു കേടുണ്ടെന്നാണ് ഡാക്ടർ പറഞ്ഞു. ചായപാത്രത്തിലായിരുന്നെങ്കിൽ വെട്ടി ഒട്ടിക്കാൻ ഒക്കുമായിരുന്നു. ഇത് വെട്ടി ഒട്ടിക്കാൻ ഒക്കൂ? എന്നാടാ നീ ചോദിച്ച രൂപ, ഞാൻ വീട്ടിലേക്ക് പോകാം. അടച്ചോനെ, എഞ്ചിനീയർ റഹ്മാന്റെ മോള് വീട്ടിലുള്ളതുകൊണ്ട് ഇനി ബാലിനെ പുറത്തേക്ക് കിട്ടൂല. എന്നെ പിടിച്ച് കൂട്ടിലടയ്ക്കൂ. ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് നിങ്ങളെ രണ്ടുപേരെയും ഒറ്റ കൂട്ടിനകത്ത് പിടിച്ച് അടയ്ക്കും. അപ്പൊ ഞാൻ വരട്ടെ മമ്മുക്ക.